എല്ലാവർക്കും നമസ്കാരം. ഇന്റലിജൻസ് ബ്യൂറോ IB വിളിക്കുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട്. അതായത് മിനിമം 10ാം ക്ലാസ് യോഗ്യത വെച്ച് നിങ്ങൾക്ക് ഇനി IB ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ സെപ്പറേറ്റ് വാക്കൻസിയും വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാക്കൻസി തന്നെ എന്ന് പറയാം. എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ IB ഇന്റലിജൻസ് ബ്യൂറോയിലേക്കാണ് നോട്ടിഫിക്കേഷൻ. സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ 2025. അപ്പോൾ കേരളത്തിൽ വന്ന വാക്കൻസി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ തിരുവനന്തപുരം കാണാം. 35ാമത് തിരുവനന്തപുരം. ലോക്കൽ ലാംഗ്വേജ് മലയാളം. ജനറൽക്കാർക്ക് 183 വാക്കൻസി, OBC NCL ആണെങ്കിൽ 94, SC 21, STക്കാർക്ക് 2 വാക്കൻസി, EWSകാർക്ക് 34 വാക്കൻസി. അങ്ങനെ കേരളത്തിൽ മാത്രം 334 വാക്കൻസി ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാക്കൻസി എന്ന് തന്നെ പറയാം. കാരണം പൊതുവെ മറ്റുള്ള സ്റ്റേറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം 164, 266, 229, 280, 1124. ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നത് ഡൽഹിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നത് നമ്മുടെ കേരളത്തിലാണെന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. 334 വാക്കൻസി. ടോട്ടൽ വാക്കൻസി ഓൾ ഇന്ത്യ വാക്കൻസി നോക്കുകയാണെങ്കിൽ 4987 വാക്കൻസിയാണ്. അതിൽ 334 നമ്മുടെ കേരളത്തിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാൻസ് തന്നെ എന്ന് പറയാം. ഇത് പഠിക്കാൻ പറ്റിയ ബുക്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ 21,700 രൂപയാണ് നിങ്ങൾക്ക് ബേസിക് പേ സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടുക. 69,100 വരെ നിങ്ങൾക്ക് സാലറി കൂടാവുന്നൊരു നോട്ടിഫിക്കേഷൻ കൂടെയാണ്. അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസുകൾ, ഗവൺമെൻറ് അലവൻസുകളും കിട്ടുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് പാസ്സാണ്. 10ാം ക്ലാസ് സിമ്പിൾ പാസ്സായാൽ പോലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാമെന്നാണ് പ്രത്യേകത. പിന്നെ സ്റ്റേറ്റ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനൊക്കെ അറിയണം. അതെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 10ാം ക്ലാസ് മതി. മറ്റ് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. 18 to 27 ഏജ് ലിമിറ്റ് പറയുന്നത്. 17/8/2025 അടിസ്ഥാനത്തിൽ 27 വയസ്സിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ ആണെങ്കിൽ, OBC ആണെങ്കിൽ 30 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റും. 32. 5 വർഷം അവർക്ക് ഇളവ് കിട്ടുന്നുണ്ട്. OBCക്കാർക്ക് 3 വർഷം ഇളവ് കിട്ടുന്നുണ്ട്. എക്സാമിൻ്റെ സ്കീം നോക്കുകയാണെങ്കിൽ ഓൺലൈൻ എക്സാമാണ്. 5 പാർട്ടാണ് സിലബസ്. 20 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഓരോ പാർട്ടെന്നും. ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ, അനലിറ്റിക്കൽ, ലോജിക്കൽ, റീസണിങ്, പിന്നെ ഇംഗ്ലീഷ്, ജനറൽ സ്റ്റഡീസ് തുടങ്ങിയ സബ്ജക്റ്റിൽ നിന്നാണ് 4 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. 100 മാർക്കിനാണ് ആദ്യത്തെ പരീക്ഷ. 1 മണിക്കൂർ ടൈം കിട്ടും. ടയർ 1 എക്സാം കഴിഞ്ഞാൽ ടയർ 2 വരുന്നുണ്ട്. എക്സാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. അതായത് 500 വേർഡ്സ് ലോക്കൽ ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യണം. അതാണ് ടെസ്റ്റ് വരുന്നത്. 50 മാർക്കിന് 1 മണിക്കൂറാണ്. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. 50 മാർക്കിന് ഇൻ്റർവ്യൂവും അവർ നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്ററുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് പരീക്ഷ സെൻറ്ററും വരുന്നുണ്ട്. കേരളത്തിൽ ഒഴിവും വരുന്നുണ്ട്. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇനി എന്ത് വേണം? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. 26/7 ഈ മാസം 26, ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 17 മുന്നേ നിങ്ങളിത് അപേക്ഷ അയയ്ക്കുക. ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ വീഡിയോ നാളെ ചെയ്യാം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതി, ഓഗസ്റ്റ് 17 മുന്നേ നിങ്ങളിത് അപേക്ഷ അയക്കണം. ആപ്ലിക്കേഷൻ ഫീസൊക്കെ വരുന്നുണ്ട്. 550 രൂപയാണ് ഫീസ് വരുന്നത്. ആൺകുട്ടികളിൽ UR അതായത് ജനറൽ, EWS, OBCക്കാരൊക്കെ ആണെങ്കിൽ 650 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. ബാക്കിയുള്ള എല്ലാവരും 550 രൂപ ഫീസ് നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും വരുന്നില്ല. IBയുടെ ഒരു ജോലി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് പെട്ടെന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്കെന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം. ജയ് ഹിന്ദ്.